മെന്റൽ എബിലിറ്റിയിൽ ഒരു ചോദ്യം നോക്കിയാലോ. ശ്രേണിയിൽ 2, 5, 9, 19 എന്നാണ് തന്നിരിക്കുന്നത്. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ആദ്യം കിടക്കുന്ന ഇത് നോക്കി, നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യം കിടക്കുന്ന 2 എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഇനി 2ന്റെ കൂടെ 2 ഗുണം 2 ചെയ്താൽ 4 ആണ്. പ്ലസ് 1 ചെയ്താൽ നമുക്ക് 5 കിട്ടുമല്ലോ. 2 ഗുണം 2 4, 1 5. ഇനി ഈ 5 എടുക്കുക. 5ന്റെ കൂടെ 2 കൊണ്ട് ഗുണിച്ചു. ഈ 2 10. ഇവിടെ 9 വന്നേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് 1 കുറച്ച് നമുക്ക് 9 കിട്ടുമല്ലോ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 ഗുണം 2 ചെയ്യാം, 18 ആണ്. അതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 19 ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ആ സംഖ്യയുടെ കൂടെ അടുത്ത് വരുന്ന സംഖ്യയുടെ കൂടെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഒന്നുകൂടെ വിട്ട് 1 കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു പോയേക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ എങ്ങനെ വരും? 19 ഗുണം 2 ചെയ്യുക, -1 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 19, 2, 38. അതിൽ നിന്ന് പോയാൽ 37 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സിയിലാണ് നമ്മുടെ ഉത്തരം. 37 ആണ് നമ്മുടെ ഉത്തരം.